അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നല്ല എന്താ പറയണ്ടേ, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിക്കുന്ന ഒരാളെ പറ്റി, നമ്മൾ ഉമ്മാനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. എനിക്ക് എൻ്റെ ഉമ്മാനെ പറ്റി 2 വാക്ക് സംസാരിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെങ്കിലും ഉമ്മയുടെ 2 കണ്ണുകളിൽ ചുംബിച്ചാൽ അവനത് നരകത്തിൽ നിന്നുള്ള മറയായി തീരുമെന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഉമ്മാനെ ഒന്ന് നോക്കിയിരുന്നാൽ തന്നെ കൂലിയുള്ള കാര്യം. ഉമ്മാന്ന് മാത്രമല്ല കേട്ടോ, ഉപ്പാക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അപ്പോൾ ഉപ്പാനെ നോക്കിയാലോ ഉമ്മാനെ നോക്കിയാലോ ആ ഒരു കൂലി നമുക്ക് വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യം. അങ്ങനെ വേറെ ആരെങ്കിലും നോക്കിയാൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെതായ സ്ഥാനം അവർക്ക് 2 പേർക്കും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഉമ്മാനെ ജസ്റ്റ് നോക്കാൻ പോയിട്ട് ചുംബിക്കാൻ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് സംസാരിക്കാൻ പോലും സമയമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങനെയാണ് ജീവിതശൈലി പോകുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 2 വ്യക്തികളാണ് നമ്മൾ ഉമ്മയും ഉപ്പയും. നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് അവർ ജീവിച്ചിരിക്കുന്ന കാലം എന്താണോ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക അതൊക്കെ എന്ത് തന്നെ ആയാലും അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ഉമ്മമാർക്ക് അത്ര കഷ്ടപ്പാടുണ്ടെന്ന് തോന്നുന്നില്ല. പണ്ടത്തേത് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എല്ലാ ഉമ്മമാരും അത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും മക്കളെ വളർത്തിയത്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ അവർ പുറം ലോകം കാണാനോ അല്ല അവരുമായിട്ട് എന്താ പറയണ്ടേ, അവർക്ക് സന്തോഷിക്കാനൊന്നും ആ സമയത്ത് സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ആ ഒരു അന്നേരത്ത് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തു കൊടുക്കുക. കാരണം അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന്. അതെല്ലാവർക്കും അറിയുന്നതൊരു കാര്യമാണ്. പക്ഷേ ഉപ്പ എന്ന് പറയുന്നൊരു വ്യക്തി, ഉപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ്. അപ്പോൾ 2 പേർക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഉമ്മ നമുക്ക് അനുകൂലമായി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുകൂലമാണ്. ഉമ്മ ആരാണെന്ന് നമ്മൾ ശരിക്കും അറിയണം. ശരിക്കും എന്താ പറയണ്ടേ, നമ്മളെ ചെറുപ്രായത്തിൽ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയത്, നമ്മൾ ആ ഒരു ടൈം നമ്മൾ ഉമ്മയായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം സ്കൂൾ ജീവിതം, കോളേജ്, പഠിപ്പ്, എന്താ പറയണ്ടേ, അങ്ങനെ ഫുള്ള് തിരക്കായിരിക്കും. നമുക്ക് ഉമ്മയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനോ അങ്ങനെ ഒന്നും കഴിയില്ല. പക്ഷെ നേരെ തിരിച്ച് നമുക്ക് വേണമെന്ന് തോന്നുന്നൊരു, നമ്മളെ ലൈഫിൽ നമുക്ക് ഷെയർ ചെയ്യാനും സംസാരിക്കാനും നമ്മൾ കൂടെ വേണമെന്ന് തോന്നുന്നൊരു ടൈം എപ്പോഴറിയോ, നമ്മളെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറ്റങ്ങളോ കുറവുകളോ അതൊന്നും സംസാരിക്കാനല്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ടൈം ആ ഒരു ലൈഫിലായിരിക്കും എന്നാ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നമ്മൾ സുന്നത്ത് നമസ്കരിക്കുക, നമ്മളെ മാതാപിതാക്കൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കൈ ഇളക്കിയിട്ട് എന്തേന്ന് ചോദിക്കണം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മളെ മാതാപിതാക്കൾ, നമ്മൾ അത് തിരിച്ചറിയില്ല കേട്ടോ. നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമുക്കതൊരിക്കലും ആ ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വില എന്താണെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ആ ഒരു സ്ഥാനം മനസ്സിലാവില്ല. അത് നമ്മളെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഒരു വേദന അത് പറഞ്ഞാൽ തീരൂല കേട്ടോ. സംഭവം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരാളില്ലാതാവുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശൂന്യത അത് എത്ര വലുതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവർ നഷ്ടപ്പെടുമ്പോൾ ചോദിച്ചാൽ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു മനുഷ്യരല്ല, ഈ ലോകം തന്നെ നഷ്ടപ്പെട്ട ഒരു ഫീലാണ് നമുക്കുണ്ടാവുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നൊരു കഥയുണ്ട്, നമുക്ക് ഏറ്റവും നമ്മളെ ജീവിതത്തിൽ ബാധ്യതയുള്ള വ്യക്തി ആരാണെന്ന്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് 3 തവണ നമ്മൾ ഉമ്മാനെ പറ്റി തന്നെയാണ്. 4ാമത്തെ തവണ നമ്മൾ ഉപ്പാക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷേ അതിനേക്കാൾ വലുതാണ് നമ്മൾ ഉമ്മ എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക, നമ്മളെ ശരീരത്തിൽ ഓരോ ഭാഗം മുറിച്ചു കൊടുത്താലും തീരൂല ആ ബാധ്യത. പക്ഷെ ചില ഉമ്മമാർ നമ്മൾ എത്ര കൊടുത്താലും കുറ്റം പറയും അല്ലേ. പക്ഷെ അങ്ങനെ കുറ്റം പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ അവരെ നോക്കാതിരിക്കാനോ അല്ല കൊടുക്കാതിരിക്കാനോ അങ്ങനെ ഒന്നും പാടില്ല കേട്ടോ. എത്ര പറഞ്ഞാലും എത്ര ചീത്ത പറഞ്ഞാലും ഉമ്മ തന്നെ. അവർ പറയാനുള്ള പറഞ്ഞോട്ടെ. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുക. കാരണം നമുക്ക് അവരെ പൊരുത്തമുണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര ചീത്ത പറഞ്ഞാലും പരാതി പറഞ്ഞാലും അവരെ സ്നേഹിക്കണം.
ഉമ്മയും ഉപ്പയും ഉള്ളൊരു കാലം അതൊരു സ്വർഗം തന്നെയാണ്. നമ്മൾ പക്ഷെ അത് മനസ്സിലാക്കൂല കേട്ടാ. നമുക്ക് എത്ര നമ്മളെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടതിന് ശേഷമോ നമ്മൾ ആരെ കൂടെ ഉണ്ടായിട്ടും നമ്മൾ സഹോദരങ്ങളായാലും സഹോദരന്മാരായാലും ആരായാലും ഭർത്താവായിക്കോട്ടെ ഭർത്താവിൻ്റെ ഉമ്മ ആര് തന്നെയാണ് നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മാന്ന് വിളിച്ച് കയറാൻ ഒരാളില്ലെങ്കിൽ ആ ഒരു വേദന പറഞ്ഞാൽ തീരൂല. കാരണം ഞാനത് അനുഭവിച്ചത് കൊണ്ട് പറയാ. ഇന്ന് കേൾക്കുന്നവര് മാതാപിതാക്കൾ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ വേദന മനസ്സിലാവും. അത് ഉള്ളവരോട് എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവില്ല. കാരണം ആ ഒരു നഷ്ടത്തിൻ്റെ വേദന എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. ആ ഒരു നഷ്ടം മനസ്സിലായ അതങ്ങനെയാണെന്ന് അവർ ചിന്തിക്കും. പടച്ചോനെ നമ്മളെ മാതാപിതാക്കൾ മരണപ്പെട്ടവരെല്ലാവരോടും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മളെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെയോ അവരെ കണ്ണുനീര് അവരെ നമ്മൾ അടിക്കണമെന്നോ അല്ല വഴക്ക് പറയണമെന്നോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അവരെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരികയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ ശിക്ഷ ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾ എത്ര വൃത്തികെട്ടതായിക്കോട്ടെ അവരെ സ്വഭാവം തീരെ ശരിയില്ല, എന്നാൽ കൂടി നമ്മൾ അത്രയും നല്ലതിൽ നിന്ന് നല്ല എന്താ പറയണ്ടേ അവരെത്ര സന്തോഷിപ്പിക്കാൻ കഴിയും അത്രയും സന്തോഷിപ്പിക്കുക, അവരെ സ്നേഹിക്കുക. ചില മക്കൾ ഒളിച്ചോടി പോകുന്ന മക്കളെ ഓരോ കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ ഉമ്മയും ഉപ്പയും ഇല്ലാത്തവർക്ക് ആ ഒരു ഫീലിങ് നമുക്ക് ഇല്ലാഞ്ഞിട്ട് സങ്കടപ്പെടുമ്പോൾ അവരെല്ലാം കളഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു വേദന. എല്ലാവരും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം. അവരിന്ന് ഖബറിലാണ്. പടച്ചോൻ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയമായിട്ട് കാണാം.